നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ശരത്ത് ഏറ്റുവാങ്ങിയ ആ മൃതശരീരത്തെ പറ്റി വല്ല വിവരം കിട്ടിയോ? ബോഡിയുടെ മരിച്ചയാളുടെ എന്തെങ്കിലും ഒരു വിവരം, അതായത് പേരെങ്കിലും നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ആ വ്യക്തിയിലേക്ക് നമുക്ക് എത്താമായിരുന്നു. നമ്മളിപ്പോ എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞതുപോലെ പഴയ പത്രവാർത്തകളൊക്കെ നോക്കിയാലോ? മരിച്ചയാളുടെ ബന്ധുക്കളുടെ കൂട്ടത്തില് ശരത്തിന്റെ പേരും കാണില്ലേ? അതിന് മരിച്ചത് ശരത്തിന്റെ ബന്ധുവാണെന്നുള്ളത് ദേവികയുടെ ഊഹം മാത്രമല്ലേ? ബന്ധുവിനേക്കാൾ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണെങ്കിലോ? ദേവിക, അത്ര നിസാരമല്ല ദേവിക ഏറ്റെടുത്തിരിക്കുന്ന ടാസ്ക്. ആഴം അളക്കാതെ വെള്ളത്തിലിറങ്ങിയ അവസ്ഥയാ. പക്ഷെ എനിക്ക് മുങ്ങിച്ചാവാൻ പറ്റില്ലല്ലോ വക്കീലെ. എത്ര നീന്തിയാലും സത്യത്തിന്റെ മറുകര തൊട്ടേ പറ്റൂ. സാധിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ തന്ത്രപരമായി നീങ്ങണം. ശരത്തിന്റെ വായിൽ നിന്നും മരിച്ചയാളുടെ പേര് കിട്ടണം. ഇന്നിപ്പോ അവൻ എന്റെ അച്ഛന്റെ മരണം കൂടി കഥയിലേക്ക് വലിച്ചിട്ടിരിക്കുക. അച്ഛന്റെ മരണ കാരണം കൂടി ഒന്ന് അന്വേഷിക്കാൻ. അത് അവൻ വെറുതെ പൊട്ടിച്ചൊരു വെടിയല്ല ദേവിക. അപ്പോ ശരത്തിന്റെ ഭൂതകാലത്തിൽ എവിടെയോ ദേവികയുടെ അച്ഛനും ഉണ്ട്. ഒരിക്കലുമില്ല, ഒരു സാധ്യതയില്ല. എങ്കിൽ ശരത്തിന്റെ കഥയിലെ മരിച്ച വ്യക്തിക്ക് ദേവികയുടെ അച്ഛനുമായി എന്തെങ്കിലും ബന്ധം? അല്ല, അച്ഛനോടുള്ള വൈരാഗ്യം ശരത്തിന് ദേവികയോടും ആവാമല്ലോ. വക്കീലായതുകൊണ്ട് ഞാൻ ആ സാധ്യതയും തള്ളിക്കളയത്തില്ല. ഇല്ല, എനിക്കറിയാത്ത ഒരു ബന്ധവും എന്റെ അച്ഛനുണ്ടായിട്ടില്ല. ഒരു ശത്രു അച്ഛനില്ല. പറയാനുള്ള കാര്യങ്ങള് വെട്ടിത്തുറന്ന് പറയുന്നല്ലാതെ ആരോടും കലഹിക്കാത്തൊരു സാധുവായിരുന്നു എന്റെ അച്ഛൻ. ഒന്ന് ആലോചിച്ച് നോക്ക്. ശരത്തിൽ നിന്നും മരിച്ചയാളുടെ പേര് കിട്ടിയാൽ നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. അതിന് ശരത്തിന്റെ ഒപ്പമുള്ള ആരെങ്കിലും നമ്മൾ കയ്യിലെടുക്കണം. ശേഖരം സമരമൊന്നും പോരാ.